നെക്സ്റ്റ് സ്റ്റെപ്പ് കോഡിങ്. ഇപ്പോൾ കോഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് കഴിഞ്ഞാൽ അൽഗോരിതം കഴിഞ്ഞാൽ പ്രോഗ്രാമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക. അതായത് സിഒ, ജാവ, അതായത് എനി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ദി പ്രോസസ് ഓഫ് റൈറ്റിംഗ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ടു സോൾവ് എ പ്രോബ്ലം. ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ചിലപ്പോൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ കൺവേർട്ട് ചെയ്യും, മെഷീൻ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് പ്രോഗ്രാം റിട്ടേൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ്, ദാറ്റ് മീൻസ് സോഴ്സ് ലാംഗ്വേജ്, കൺവേർട്ട് ഇൻ ടു ഈക്വലന്റ് മെഷീൻ ലാംഗ്വേജ് ഓർ ഒബ്ജക്റ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ അതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ട്രാൻസ്ലേറ്റേഴ്സ് ഉപയോഗിക്കും. കമ്പൈലർ പോലെ ട്രാൻസ്ലേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മെഷീൻ കോഡിലേക്ക്, നമ്മളുടെ ഹൈ ലെവൽ ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് എറേഴ്സ് വരാം, ദാറ്റ് ആർ കോൾഡ് ബഗ്സ്. പ്രോഗ്രാമിംഗ് എറേഴ്സ് ആർ നോൺ ആസ് ബഗ്സ്. Then debugging means what? The process of correcting or detecting and correcting errors is known as debugging. Then types of errors. These are syntax errors, logical errors, runtime errors. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് കാണിച്ചതാണ് എന്താണ് സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ എല്ലാം ഒരു C++ പ്രോഗ്രാം ചെയ്ത് കാണിച്ചാൽ. അപ്പോൾ ഒരു C++ പ്രോഗ്രാമിങ്ങിൽ ഇപ്പോൾ സി ഔട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എ. ഇവിടെ സെമി കോളൻ ഇടണം. സെമി കോളൻ വിട്ടുപോയാൽ എന്താണ്, ആ റൂളിന് എതിരെയുള്ള, അതായത് നോട്ട് ഫോളോഡ്, സിൻടാക്സ് ഓഫ് ദി പ്രോഗ്രാമിംഗ് നോട്ട് ഫോളോഡ് ആണ്. ദാറ്റ് ആർ കോൾഡ് സിൻടാക്സ് എറർ. സപ്പോസ് ലോജിക്കൽ എറർ മീൻസ് ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ദി പ്രോഗ്രാം ലോജിക്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും എ ഗ്രേറ്റർ ദാൻ ബി, അല്ലെങ്കിൽ 20 ഗ്രേറ്റർ ദാൻ 30, അപ്പോൾ നമ്മൾ പറയും 20 ഗ്രേറ്റർ ദാൻ ആണ് അല്ല, പക്ഷെ അറിയാതെ പ്രിന്റ് പോയി 20 ആണ് ഗ്രേറ്റർ ദാൻ 30 എന്ന് പറയുമ്പോൾ തന്നെ അത് മിസ്റ്റേക്ക് ആണ്, ലോജിക്കൽ എററാണ്. ശരിക്കും 30 ഗ്രേറ്റർ ദാൻ 20 ആണ് വരേണ്ടത്. അത് നമ്മളുടെ ലോജിക്കൽ മിസ്റ്റേക്കാണ്. റൺ ടൈം എറർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ഇൻപുട്ടിൽ, അതായത് ഇപ്പോൾ നമ്മളൊരു രജിസ്റ്റർ നമ്പർ കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മളുടെ പേര് കൊടുക്കുമ്പോൾ അതെയോ ചിലപ്പോൾ എറേഴ്സ് വരാം. ആ സിറ്റുവേഷനാണ് റൺ ടൈം എറേഴ്സ് എന്ന് പറയുന്നത്. അറ്റ് ലാസ്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. അതായത് നമ്മളെ കയ്യിലെത്തുന്ന, കാരണം ആ സോഫ്റ്റ്വെയർ നമ്മളെ കയ്യിലെത്തുമ്പോൾ എക്സിക്യൂഷൻ സമയത്താണ് നമ്മളെ കയ്യിലെത്തുക. അപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള നോൺ റിസൾട്ടുകൾ കിട്ടും. ദി റണ്ണിങ് ദി പ്രോഗ്രാം ടു പ്രോസസ് ദി ടെസ്റ്റ് ഡാറ്റ വിൽ ബി പ്രൊഡ്യൂസ് നോൺ റിസൾട്ട്സ്. ലാസ്റ്റ് ഡോക്യുമെന്റേഷൻ. ഇതെല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഡോക്യുമെന്റ് ചെയ്യുക. ഒരു സോഫ്റ്റ്വെയറെ കുറിച്ച് നമ്മൾ എല്ലാവരും പുറമുള്ള യൂസേഴ്സിന് അറിയണമെങ്കിൽ ആണ് എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ വീഡിയോ രൂപത്തിലെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഇനി പ്രോഗ്രാം കോഡിന്റെ ഉള്ളിൽ ഓരോ ലൈൻസ് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതാണ് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ. റൈറ്റിംഗ് കമന്റ്സ് ഇൻ സോഴ്സ് കോഡ് ഈസ് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ. ഇറ്റ് ഹെൽപ്പ് ഫോർ ഡീബഗിംഗ് പ്രോസസ് ആൻഡ് പ്രോഗ്രാം മോഡിഫിക്കേഷൻ ലേറ്റർ സ്റ്റേജ്. Then external documentation is a manual or system manual are known as preparing. User manual or system manual are known as external documentation. Okay, thank you.